നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. പോസിറ്റീവായിട്ടിരിക്കണേ. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. പേഴ്സൻ്റെ മുഖം മനസ്സിലോർത്തുകൊണ്ടിരിക്കുക. ഒരുമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് 6 ഓഫ് സ്വാർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അതായത് കടുത്ത മാനസിക സംഘർഷം അല്ലെങ്കിൽ കടുത്ത ദുരിതങ്ങളിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് എങ്കിൽ അവിടെ നിന്ന് ഒരയവ് വന്നതായിട്ടും സമാധാനമുള്ള ഒരിടത്തേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു ചലനം ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു ന്യായവിധി, നിങ്ങൾക്ക് ന്യായം തന്നിട്ടില്ല എന്നുള്ളൊരു ചിന്തയുണ്ടാവാം. മാത്രമല്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇവാലുവേഷൻ, ഒരു ഇവാലുവേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളായിരിക്കും. എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നതായിരിക്കാം. അതാണ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ്. തേർഡ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അത് തന്നെയാണ് 6 ഓഫ് സോർഡും പറയുന്നത്. സമാധാനമില്ലാത്തടത്തുനിന്ന് സമാധാനമുള്ളിടത്തേക്ക് പോവുക, അല്ലെങ്കിൽ പഴയ എന്തോ ഒരു സൈക്കിൾ അവസാനിച്ചിട്ട് പുതിയൊരു സൈക്കിൾ ആരംഭിക്കുന്നു എന്നാകാം. അല്ലെങ്കിൽ പഴയ ഒരു പാറ്റേണിനെ അവസാനിപ്പിച്ചിട്ട് പുതിയൊരു പാറ്റേൺ ആരംഭിക്കുന്നു. ഡെത്തായി പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ, മുമ്പുണ്ടായിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഡെത്തായിട്ട് പുതിയൊരു റീബർത്ത് ഉണ്ടാവുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നാണ് ഡെത്ത് ആൻഡ് റീബർത്ത് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ മുൻപുണ്ടായിരുന്ന കുറേ ബാഗേജ്, ഇമോഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറേ ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻസ്, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ആൾ മുൻപോട്ട് പോകുന്നതായിട്ടും പുതിയൊരു തുടക്കം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. 8 ഓഫ് കപ്സ് പറയുന്നത് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് പ്ലസ് ഒരു പുതിയ തുടക്കം എന്നാണ്. ചിലപ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു സൈക്കിള് അവസാനിപ്പിച്ചിട്ട് പുതിയതായിട്ട് തുടങ്ങുന്നതാവാം. അടുത്തത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ആണ്. മാത്രമല്ല 4 ഓഫ് പെൻറ്റക്കിൾസ് ഒരു കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പോഴും അയാൾ നിൽക്കുന്നത്. ചിന്തകളിൽ ഉണ്ടായിരിക്കും. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ആൾ വളരെ ഗ്രൗണ്ടഡ് ആണ്, ഇമോഷണലി സ്റ്റേബിൾ ആണെന്ന് കാണുന്നുണ്ട്. ഒരു മച്ചുറായിട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വാണ്ട്സ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് വാണ്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ മുമ്പ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ചില ട്രോമാസ് കൊണ്ടായിരിക്കാം അയാൾക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ളത്, കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ അയാൾ ഇങ്ങോട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു.